നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനാ അങ്ങോട്ട് പോകുന്നു ഇപ്പോ? അത് രാവിലെ 11:50 അർജുനേട്ടന്റെ വിവാഹ നിശ്ചയ വിഷ്ണുട്ടാ. അത് എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടിട്ടാ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയത്. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം വിഷ്ണുട്ടാ. വാ പോ. എന്തിനാ ശാലിനി ഇനി അവിടെ പോയിട്ട് എന്തിനാ? പ്രീതി, നമുക്ക് നിശ്ചയം നടന്നോട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? അതിന് നമ്മുടെ സമ്മതം എന്തിനാ? നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവര് നിശ്ചയം നടത്തും. രാജി വന്നേ. വേണോ ചന്തേ? വേണോന്ന് ഞാനാ പറയുന്നേ. നീ ഇങ്ങോട്ട് വന്നേ. ശാരദാമ്മ പേടിക്കണ്ട. കുടുംബശ്രീ ഹോട്ടല് വീണ്ടും തുറക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കാലു പിടിക്കാൻ വന്നതല്ല. ഞങ്ങള് രണ്ടാളുടെയും വീട്ടില് വേറെ വരുമാനമൊന്നുമില്ല. ചന്ദ്രേട്ടൻ ഓട്ടോ ഓടിച്ച് കിട്ടുന്നത് അങ്ങേർക്ക് കുടിക്കാൻ തന്നെ തികയില്ല. പക്ഷേ ജനിച്ചു പോയില്ലേ ശാരദാമ്മേ, ജീവിക്കാതിരിക്കാൻ പറ്റുമോ? തൊഴിലുറപ്പിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒഴിവ് വരുമ്പോ അവര് വിളിക്കും. ഉയിര് കിടക്കാൻ അതൊക്കെ മതി. ഞങ്ങൾ വന്നത് ഒരു കണക്ക് തീർക്കാൻ വേണ്ടിയാ. രാജി, അതിങ്ങടുത്ത്. ഇത് വാങ്ങിക്കണം. വാങ്ങിക്കണം ശാരദാമ്മേ. കുടുംബശ്രീ പണപ്പെട്ടിന്ന് ശാരദാമ്മ തന്നെ എണ്ണ നോക്കാതെ ഞങ്ങക്ക് വാരിയെടുത്ത് തന്നതാ. ഞങ്ങളും എണ്ണി നോക്കിയിട്ടില്ല. അതേപടി തിരിച്ചു തരുക. ഇത് റോഡിൽ എറിഞ്ഞിട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിൽ നിന്നൊരു നോട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു കവറ് പാല് വാങ്ങിച്ച് എന്റെ കുഞ്ഞിന് രാവിലെ തിളപ്പിച്ച് കൊടുത്തേനെ ഞാൻ. ഒഴിഞ്ഞ വയറുമായിട്ടാ അവ സ്കൂളിലേക്ക് പോയതെങ്കിലും ഇതില് തൊടാത്തതില് എനിക്ക് അഭിമാനമുണ്ട്. പട്ടിണി കിടന്ന് ചത്താലും ഇതിന്ന് 1 രൂപ ഞങ്ങക്ക് വേണ്ട ശാരദാമ്മേ. ഇതാ വാങ്ങിച്ചോ. ഇതിവിടെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് തന്ന പണം മുഴുവനും ഇതാ അവിടെയുണ്ട്. 1 രൂപ കുറയാതെ. കുടുംബശ്രീയിലെ ഞങ്ങളുടെ ഇത്രയും കാലത്തെ അധ്വാനത്തിനുള്ള വില ശാരദാമ്മയുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായിട്ടാ ഞങ്ങൾ ഇത്രയും കാലം സ്വയം പരിഗണിച്ചിരുന്നത്. അവിടുത്തെ സന്തോഷവും സങ്കടവും സ്നേഹവും എല്ലാം പങ്കുവച്ചിരുന്നവര്. സ്വന്തം മക്കൾ തന്നെ ഞങ്ങളെന്ന് ശാരദാമ്മ പറയുമ്പോ പലപ്പോഴും ഒരു അഹങ്കാരം തോന്നിയിട്ടുണ്ട്. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് ഞങ്ങളെ വെറും കൂലിപ്പണിക്കാരാക്കി കളഞ്ഞല്ലോ ശാരദാമ്മേ. ദൈവങ്ങൾക്ക് മുന്നില ആ പണം ഇരിക്കുന്നത്. അതൊക്കെ ശരിയായിരുന്നോന്ന് ശാരദാമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. വാ രാജി. പോട്ടെ ശാരദാമ്മേ. രാജി വരുന്നുണ്ടോ? വരാനാ പറഞ്ഞേ. കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് നമുക്ക് നോക്കാം പ്രീതി. അർജുൻ എന്താ പറയാലെന്ന് അറിയണല്ലോ. വാ, താമസിക്കണം, നമുക്ക് പുറപ്പെടാം. വാ വിഷ്ണുട്ടാ, ഞാനും വരാം. ശാലിനി, ഈ കണ്ടീഷനിൽ എനിക്ക് നിന്നെ പുറത്തേക്ക് വിടാൻ പറ്റില്ല. പ്ലീസ് ഹെലൻ, ഇവള് എനിക്ക് ആരാന്ന് നിനക്കറിയാലോ. എന്റെ ജീവനേക്കാൾ പ്രധാനമാ എനിക്ക് ഇവളുടെ ജീവൻ.
മോളെ? ഡിവോഴ്സ് ആവാത്തതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? മ്യൂച്വൽ ഡിവോഴ്സിനുള്ള പെറ്റീഷനിൽ അവൾ ഒപ്പിട്ട് തന്നല്ലേ അമ്പാലികെ? പിന്നെന്ത് പ്രശ്നം ഉണ്ടാവാനാ? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കേട്ടോ വസുമതി, നിശ്ചയം എന്താ കോവിലകത്ത് വെച്ച് നടത്താത്തതെന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. നമ്മുടെ സൗകര്യം അതല്ലേ പ്രധാനം. നാളെ നമുക്ക് നിശ്ചയം നടത്തിയാലോ എന്ന് ഇന്നലെ രാത്രി വസുമതി ചോദിച്ചപ്പോ ഞങ്ങളൊന്ന് പകച്ചു. അതിന് ചില ഒരുക്കങ്ങളൊക്കെ വേണ്ടേ? എന്തൊരുക്കം? കുട്ടികൾ തമ്മിലൊരു മോതിരം മാറുന്നു. അതിൽ പങ്കെടുക്കാൻ അസൗകര്യമില്ലാത്തവര് പങ്കെടുക്കുന്നു. ആ, കല്യാണം നമുക്ക് കേമാക്കിയ പോരെ? പെട്ടെന്ന് വസുമതി അങ്ങനെ പറഞ്ഞപ്പോ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നും ഞങ്ങൾ ഭയന്നു. അങ്ങനൊരു വിചാരം വേണ്ട. ഇന്നൊരു വിശേഷ മുഹൂർത്തമാണെന്ന് ജോത്സ്യർ പറഞ്ഞു. ശിവപാർവതിമാരുടെ മംഗല്യ മുഹൂർത്തം. ഇന്ന് ബന്ധം ഉറപ്പിച്ച മരണം വരെ പിരിയില്ല. ഞാൻ പറഞ്ഞില്ലേ വസുമതി ഒന്നും കാണാതെ ഇതൊന്നും ചെയ്യില്ലാന്ന്. അപ്പോ നമുക്കിനി ചടങ്ങുകളിലേക്ക് കടന്നാലോ? ആവാം. ആ, അർജുൻ, ഇങ്ങോട്ടിരിക്കെ. നിർത്ത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.